ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ് ഡ്രാഗൺ സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് പേര് വളരെ നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമയാണ് കേട്ടോ. നല്ല റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ അതായത് ഈ ഒരു നല്ല പോസിറ്റീവ് അഭിപ്രായം വന്നുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള തിയേറ്ററിൽ വന്നിട്ടുണ്ട്. ഭാഗ്യം കാണാൻ പറ്റി. ഒരാഴ്ച എടുത്തു കേട്ടോ എത്താൻ. ഇന്നാണ് എത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച റിലീസ് ചെയ്ത. എന്താണെങ്കിലും കൊണ്ടുവന്നല്ലോ. ഈ അഭിപ്രായങ്ങളൊക്കെ ശരിയാണോ അല്ലയോ എന്ന് നമുക്കും കൂടി ഒന്ന് പോയി കണ്ടറിയുക എന്ന് പറയുന്നത് അതറിയണല്ലോ. പിന്നെ തീർച്ചയായിട്ടും സംഭവേ കേട്ടറിഞ്ഞതൊന്നും അത്ര വലിയ സത്യമല്ലേ. അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം സത്യമാണോ അല്ലയോ എന്നുള്ളത്. എന്താണെങ്കിലും സെക്കൻഡ് ചാൻസ് എടുത്തിട്ട് പറയാം. പിന്നെ തീർച്ചയായിട്ടും സമയമുണ്ടല്ലോ, ഇഷ്ടം പോലെ പറയാനുണ്ട്. പക്ഷെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടൂല, കിട്ടും പക്ഷെ എന്നാലും സക്സസ് ആവില്ല എന്നാണ്. ഇപ്പൊ കിട്ടിയിട്ടുണ്ടല്ലോ, അതിൽ പിടിച്ച് പോയിക്കോളൂ. ഓക്കെ, എന്തായാലും ഡ്രാഗൺ സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. പ്രദീപ് രംഗനാഥൻ എന്ന നടനെ കുറിച്ച് പറയണം. ഗംഭീര പെർഫോമൻസ് ആണ്, അഴിഞ്ഞാട്ടാണ്. ലവ് ടുഡേയിൽ ആള് എങ്ങനെയാണോ അതുപോലെ തന്നെ അഴിഞ്ഞടിയുണ്ട്. ആളുടെ രണ്ടാമത്തെ സിനിമയാണ്, പക്ഷെ പെർഫോമൻസ് വെച്ചിട്ട് ആള് മികച്ചൊരു ഡയറക്ടർ കൂടിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് ഈ ഒരു രീതിയിലല്ല, ഏത് രീതിയിൽ വേണമെങ്കിലും അഭിനയിക്കാൻ പറ്റും. അത് ആള് ഫസ്റ്റ് സിനിമയിൽ തന്നെ അത് കാണിച്ചു തന്നതുമാണ്. അപ്പൊ രണ്ടാമത്തെ സിനിമയിലേക്ക് വന്നപ്പോൾ അതിനേക്കാട്ടിലും ഗംഭീരം. അതായത് സംവിധായകന് അഭിനയിക്കാനുള്ള കഴിവും കൂടി ഉണ്ടെങ്കിൽ അതാ പറഞ്ഞ അഭിനയിക്കാനുള്ള കഴിവും കൂടി വേണം. അല്ലെങ്കിൽ പോയി. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് സംവിധായകനോട് തന്നെ നേരിട്ട് എല്ലാം അഭിനയിച്ചേനെ. ഓക്കെ, എന്തായാലും ഗംഭീര ക്യാരക്ടർ. നമുക്ക് ആ ലവ് ടുഡേയിൽ തോന്നിയ ഒരു ഇഷ്ടമുണ്ടല്ലോ, ആൾ ഇത്രയും വലിയ പോപ്പുലർ ആയത് അത് നേരിട്ട് കുതിച്ചു കയറുമായിരുന്നു തമിഴ്നാട്ടിലെ മുൻനിര നായകന്മാരുടെ കൂട്ടത്തിലേക്ക്. ഒറ്റ സിനിമ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഇഷ്ടം ഒരിക്കലും പോവാതെ തന്നെയാണ് ഈ സിനിമയിലെ കഥാപാത്രം വന്നിരിക്കുന്നത്. അതാണ് പോയിന്റ് മനസ്സിലാക്കേണ്ടത്. അതായത് ആ ഇഷ്ടം അത് പ്രേക്ഷകർ വെറുതെ കൊടുത്തല്ലെന്ന് ആളങ്ങ് കഴിവുകൊണ്ട് തന്നെ വീണ്ടും തെളിയിച്ചു. അതായത് എനിക്ക് ഇതിനുള്ള കഴിവുള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടതെന്ന്. അത്ര സൂപ്പർ ആയിട്ടാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. കഥാപാത്രം സൂപ്പറാണ്, പക്ഷെ സിനിമ അത് പറയാല്ലേ സെക്കൻഡ് ചാൻസ് എടുത്ത്. പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അനുപമ പരമേശ്വരനെ കുറിച്ച് പറയാം. അനുപമ പരമേശ്വരൻ മാത്രമൊന്നല്ല കേട്ടോ, 4 നായികമാരുണ്ട്. അതെ, ആദ്യത്തെ സീനില് വന്ന് ഒരു കാമിയോ ചെയ്ത് പോകുന്നുണ്ട്, ലാസ്റ്റ് ഒരു കാമിയോ ചെയ്ത് വന്ന് പോകുന്നുണ്ട്. ഇതിന്റെ നടുക്ക് അനുപമ പരമേശ്വരൻ ഒരുപാട് നേരമുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കുറെ മലയാളി സാന്നിധ്യം ഉണ്ട് ഇഷ്ടം പോലെ. മലയാളി സാന്നിധ്യം മാത്രമല്ല, മലയാള സിനിമ സോങ്ങുകള്, അതെ, അങ്ങനെ എന്താ പറയാ, മലയാളത്തിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ. മലരേ എന്ന സോങ് ഇല്ലേ, അതില് വളരെ അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് സീനുകള്, കറക്റ്റ് ആ സിറ്റുവേഷന് വേണ്ട സംഭവം, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പ്രേമം സിനിമയില് മേരി എന്ന ക്യാരക്ടർ ചെയ്ത നമ്മുടെ അനുപമ, അതില് മലർ മിസ്സിന്റെ പൂന്തുളയാട്ടം കാരണം താഴെ പോയതാണ്, സൈഡായി പോയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, അത് ചെറുതായിട്ട് ആൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. രസമായിട്ടുണ്ട്. അത് ആൾക്ക് കിട്ടിയിരിക്കുന്നതാണ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. അത് 2 ഗെറ്റപ്പിലാണ്. അതെ, സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്ക്രിപ്റ്റ് പോയിട്ടുള്ളത്. 1 മിനിറ്റ് പോലും നമുക്കിങ്ങനെ മാറി നിൽക്കാൻ തോന്നൂല സിനിമ. ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതാ, ഒരൊറ്റ നിമിഷം പോലും ബോറടിക്കൂല. അതാണ്. അപ്പൊ നമുക്കിപ്പോ ഈ ഒരു സാഹചര്യത്തില് എങ്ങനെയുണ്ടെന്ന് പറയാം. ഗംഭീരമാടാ, കിടില സിനിമ. കാരണം നമ്മൾ വിചാരിച്ചു ഇത്രമാത്രം പോസിറ്റീവൊക്കെ വരുമ്പോ എന്തായിരിക്കും, എന്നാ പിന്നെ അതിന് മാത്രം ഉണ്ടോ എന്ന് പോയി കാണണല്ലോ എന്ന് വിചാരിച്ചു പോയതാ. പക്ഷെ ഈ പോസിറ്റീവുകളൊന്നും പോരാ ശരിക്കും. അതാണ്, അത്രയും എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു നിമിഷം പോലും നമുക്കൊരു ബോറടില്ല. മാത്രല്ല നമ്മളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഭയങ്കര കോമഡി ഇല്ലാത്ത സമയത്ത് പോലും ഇവരിങ്ങനെ നിറഞ്ഞ് പെർഫോം ചെയ്യില്ലേ. പിന്നെ അതിന് പറ്റിയ സിറ്റുവേഷൻസും അടിപൊളി സ്ക്രിപ്റ്റും കിടില ഡയലോഗ്സും. അപ്പൊ നമ്മളിങ്ങനെ കണ്ടിരുന്നു പോവാണ്. അത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കോളേജ് സിനിമയിൽ, കോളേജ് സിനിമ, അതായത് സോങ്ങുകളൊക്കെ ഇത്ര അടിപൊളിയായിട്ട് കുറച്ച് കാലമൊക്കെ മുന്നേ ആയിട്ടും കണ്ടിട്ടുണ്ടാവും. അത്രയ്ക്ക് രസമായിട്ടാണ് നമ്മളെ ഈ സംഭവത്തില്. അതെ, ഈ നമ്മൾ സിനിമയിലൊക്കെ സോങ്ങില്ല, എൻകരളിൽ താമസിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ അതുപോലെയൊക്കെ ഉള്ള ഒരു വൈബ് സോങ് ഒക്കെ ഉണ്ട്.
ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ എന്ത് രസമാണ്. കേട്ടോ അത് കുറേ കാലമായി. കുറെ കാലമായി അങ്ങനത്തെ ഒരു സോങ് കണ്ടിട്ട്, കോളേജ് സോങ് കണ്ടിട്ട്. അത് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല മ്യൂസിക് ആണ്, നല്ല സിനിമാറ്റോഗ്രാഫിയാണ്. Yes. പിന്നെ പെർഫോമൻസിലേക്ക് തന്നെ വീണ്ടും വരാം. മിസ്കിൻ ചെയ്ത കഥാപാത്രം, ഗംഭീര കഥാപാത്രം. ആളുടെ പെർഫോമൻസ് സൂപ്പർ. ആളെ ചില സമയത്തൊക്കെ ആളുടെ നോട്ടത്തിലൊക്കെ എന്ത് രസാണ്. പക്ഷെ നെഗല്ല, നെഗറ്റീവ് അല്ല കേട്ടോ, പോസിറ്റീവ് ക്യാരക്ടർ. എന്താണ് ആ കഥാപാത്രം, സൂപ്പർ 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 ക്യാരക്ടർ. അതാ ഫസ്റ്റ് സീനിൽ തന്നെ നമ്മളങ്ങോട്ട് ഇരുത്തിക്കളയും, വീഴ്ത്തും. അതാണ്. പിന്നെയുണ്ട് നെപ്പോളിയന്റെ ക്യാരക്ടർ. നമ്മളിപ്പോ പറഞ്ഞ ഈ കോമഡിയും ഈ സീനുകളും ഒക്കെ ഉണ്ടെങ്കിലും വെറുതെ നിന്നിട്ട് ഡയലോഗുകളിലൂടെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സങ്കടം ഉണ്ടാകും. നോവ്, അങ്ങനത്തെ ക്യാരക്ടർ. ഞാൻ ശരിക്കും ലാസ്റ്റില് ക്ലൈമാക്സിൽ കരഞ്ഞു. അത് കരച്ചില് വരും, കാരണം അങ്ങനത്തെ സീനും ആ സമയത്ത് നെപ്പോളിയന്റെ ഡയലോഗ് ഡെലിവറിയും ആളുടെ പെർഫോമൻസും കൂടെ പ്രദീപും കൂടി വരുമ്പോൾ ഒരു സീനുണ്ടല്ലോ, ഭയങ്കര കെമിസ്ട്രി, ഭയങ്കരമായിട്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ സാധനം. ഇനി നമുക്ക് മറ്റൊരാളിലേക്ക് പോവാം. യെസ്, ഇത് ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോകും. നീ ഇമോഷണൽ അല്ലല്ലോ ആവുന്നത്. ഞാൻ വെക്കപ്പെട്ടേ അതിന് ഇമോഷണൽ അല്ല പറയാ, അത് വെക്കപ്പെട്ട് നാണം വന്നിട്ടിരിക്കുകയാണോ. ബ്ലഷ് ചെയ്യുന്നു ഞാൻ. അയ്യോ, കയാതു ലോഹർ, അവന്റെ വായി തന്നെ കേക്കാന്ന് വിചാരിച്ചിട്ട് തന്നെയാ. കയാതു ലോഹർ, അയ്യോ ഞാൻ വീണുപോയി. തുടക്കണോ, ഒലിക്കുന്നത് തുടക്ക്. സത്യമായിട്ട് പറയട്ടെ, ഇതിലൊരു സംഭവം നടക്കും ലാസ്റ്റ്. അതെനിക്ക് സന്തോഷം, നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. സിനിമ കാണുമ്പോ നമുക്കത് വിഷമം തോന്നും. നമ്മൾ എന്തിനു നായകനെ കുറിച്ച് ചിന്തിക്കണം, നമുക്ക് നമ്മളെ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചാൽ ഒരു സ്കോപ്പ് ഉണ്ട്. പക്ഷെ ആളുടെ ക്യാരക്ടറും ഭയങ്കര രസം കേട്ടോ, എല്ലാത്തിനും പോസിറ്റീവ്. രസം തോന്നി അല്ല, രസം തോന്നി എന്ന് പറഞ്ഞാൽ എന്താ, അതല്ല പറയാൻ കോമ്പറ്റീഷൻ കൂടല്ലേ. ഞാൻ അതിനാ പുറകെ പോകുന്നില്ല, ഞാൻ ഈ പെർഫോമൻസ് കണ്ടു, ഗംഭീര പെർഫോമൻസ് കഴിഞ്ഞു. നിന്റെ നിന്റെ സുഹൃത്തിലേക്കൊന്നും പോണ്ട. സുഹൃത്തിന്റെ എന്റെ ആകെയുള്ള എന്താ പറയാ, സിനിമ കാണാൻ ആളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കി ഗംഭീരായി അവിടെ നിന്നു. ഇനി അടുത്ത സിനിമ വരുമ്പോ ആൾ അഭിനയിക്കുന്നുണ്ടെന്ന് ചിലപ്പോ കീഴിലൊക്കെ പറഞ്ഞേക്കാം, ക്ഷമിക്കണേ. ഉള്ളിന്റെ ഉള്ളിൽ നിന്നല്ലോ, ഒരു പ്രശ്നമല്ല. അപ്പൊ പ്രശ്നമല്ല. ഇത് ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് ക്രഷ് അടിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. നമ്മുടെ 19ാം നൂറ്റാണ്ടിൽ വന്ന നമ്മുടെ നായിക നങ്ങേലിയായിട്ട് വന്ന ആള് ആ ലെവലിൽ നിന്നും വിട്ടിട്ടുണ്ട് കേട്ടോ, വേറെ ലെവലാണ്. എന്തൊരു ക്യൂട്ട്, മാത്രല്ല എന്തൊരു പെർഫോമൻസ്, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ക്യൂട്ട്നെസ്സും സൗന്ദര്യവും ഒക്കെ മാറ്റി നിർത്തിയാലും പെർഫോമൻസും കൂടി നോക്കണല്ലോ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്താണെങ്കിലും ഇനിയുണ്ട് കേട്ടോ പെർഫോം ചെയ്ത ഒരുപാട് ആൾക്കാർ. അതിനകത്ത് ഇവരുടെ കൂട്ടുകാരായിട്ട് വന്നിട്ടുള്ള ഒരു 3-4 പേരുണ്ട്. പ്രദീപിന്റെ ഒരു കുട്ടി ഡ്രാഗൺ ഉണ്ട്. എന്റെ മോനെ, ആ ചെക്കനൊക്കെ എമ്മാരി പെർഫോമൻസ് ആണെന്നറിയോ. പിന്നെ നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ, ആളുടെ ക്യാരക്ടർ ഗംഭീര ക്യാരക്ടർ. പിന്നെ എന്താ പറയാ, പിന്നെ ഇതിന്റെ ഡയറക്ടർ, പിന്നെ സാൻഡി മാസ്റ്റർ ഇടയ്ക്കൊന്നും വന്നു, ഒരു ഡാൻസിന്റെ സ്റ്റെപ്പിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ കുറെ സംഭവങ്ങള്. എന്തായാലും അശ്വന്ത് മാരിമുത്തു ആളാണ് ഇതിന്റെ സ്ക്രിപ്റ്റും ആണ് ഇതിന്റെ സംവിധാനം. അത്രേ ഉള്ളൂ. അതിന്റെ ഡയറക്ടറാണ് അതിന്റെ അപ്പുറം ഗംഭീരമാക്കി തന്നെ മുന്നിൽ കൊണ്ടെത്താൻ. അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. അതെ, മോളിൽ കേറി എന്ന് പറയാൻ പറ്റൂല. പക്ഷെ അത് കുറച്ചുകൂടെ ഒരു പ്രത്യേക സാധനമായിരുന്നു. അത് കുറച്ച് ഡിവോഷണൽ ഒരു സാധനങ്ങളൊക്കെ കേറിയിട്ടുള്ള സാധനമായിരുന്നു. പക്ഷെ ഇത് അതൊരു കൊടൂര സാധനമായിരുന്നു. പിന്നെ ആളിൽ നിന്ന് ഇത് എക്സ്പെക്ട് ചെയ്യാം, നമുക്കൊരു അത്ഭുതമൊന്നുമില്ല. ഇനിയും ഇതിന്റെ അപ്പുറത്തുള്ളത് പ്രതീക്ഷിക്കാം. ഇനി STRന്റെ കൂടെയാണ്. അപ്പൊ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അടുത്തത് എന്തായിരിക്കുന്നു. എന്താണെങ്കിലും ഗംഭീര സിനിമയാണ്. ഇവിടെ അടുത്തിപ്പോ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ വല്ലതും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിട്ടോ, ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം തിയേറ്ററിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമ വല്ലപ്പോഴേ വരുള്ളൂ. അതെ, അത് ഈ അശ്വന്ത് മാരിമുത്ത് പോലും, അതായത് ഇതിന്റെ ജനിപ്പിച്ച തന്തക്ക് പോലും വല്ലപ്പോഴേ കഴിയുള്ളൂ. അങ്ങനത്തെ ഐറ്റമാണ്, നിരാശപ്പെടൂല, അതാണ് ഗ്യാരണ്ടിയാണ്. കിടോ സാധനമാണ്. അതെ, അതേപോലെ തന്നെ കൊടുക്കുന്ന മെസ്സേജോ കിണ്ണ മെസ്സേജാണ്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് എടുക്കാം എന്നുള്ളതാണ്. അത് പോസിറ്റീവായിട്ട് തന്നെ നമ്മുടെ ശരിക്കും എന്താ പറയാ, അത് ഒരു
ഇങ്ങനെ അതെ, ഒരു വൈബ് സിനിമയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരിക്കലും കരുതാത്ത രീതിയിലേക്കുള്ള ചില ചിന്തകൾ നമ്മുടെ അടുത്തേക്ക് തരുന്നുണ്ട്. നമ്മൾ ആ വഴിക്ക് ചിന്തിക്കുമ്പോഴാണ് ഇത് ഇത്രയും വളരെ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സംസാരിക്കുന്നത് എന്നുള്ളത് വരിക. അത് അങ്ങനെ തന്നെ നമുക്ക് കണക്ട് ആവും വേണം കേട്ടോ. അത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ ഒരു പണി എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. അത്ര പെർഫെക്റ്റ് സാധനം. എന്താണെങ്കിലും മസ്റ്റ് വാച്ച് ആണ്. നിങ്ങൾ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. റേറ്റിംഗ് യെസ് പറഞ്ഞു 9 out of 10. യാ ഓഫ് കോഴ്സ്. അപ്പൊ എന്തായാലും അതിനകത്തൊരു 0.5 ആ വെക്കത്തിൽ പോയതാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ 1.5 കയറ്റി അടിച്ചത് ആ വെക്കം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു 15 കൊടുക്കാം. കുറച്ചും കൂടെ അടിക്കാറുണ്ട്. ഏതാണെങ്കിലും കൊള്ളാം. എന്തായാലും പോട്ടെ, ചെറുക്കന് വെക്കമൊക്കെ വന്നതല്ലേ, പോട്ടെ. അപ്പൊ എന്തായാലും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ആളിപ്പോ സിംഗിൾ ആണ്. മിങ്കിളാകാൻ താല്പര്യമുള്ളത് ചോദിച്ചു നോക്കാൻ പറ്റില്ല. മെസ്സേജ് ഇടാം ഇൻസ്റ്റാഗ്രാമിൽ. വളരെ നല്ല കാര്യം.